ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആസിഫ്. ഈ ഒരു വീഡിയോയിൽ 2024 ടൈപ്പിസ്റ്റ് തസ്തികയിലുള്ള പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, സൗജന്യമായിട്ട് എങ്ങനെ ഈ ടൈപ്പ് റൈറ്ററിന്റെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തത്, ഏത് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ എത്ര കാലമെടുത്ത് പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ സെഷനിൽ ഇതൊക്കെ പഠിക്കാനുള്ള പച്ചവെള്ളം PSC ഒരുക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്, ആദ്യത്തെ ഏരിയയിൽ നമ്മൾ പറയുന്നത്, പച്ചവെള്ളം PSC എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലും പച്ചവെള്ളം.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റും എങ്ങനെയൊക്കെ നിങ്ങളെ പഠനത്തിന് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗൂഗിളിലെ ജസ്റ്റ് പച്ചവെള്ളം PSC എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ആദ്യം കാണുന്ന പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഇതിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ താഴെ എന്ത് ചെയ്താൽ മതി, കേരള PSC എന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്ന് വരുന്നതിനനുസരിച്ച് വരും. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെബ്സൈറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും പുതിയ പാറ്റേൺ ചോദ്യങ്ങളും നമുക്ക് സിലബസ് കിട്ടാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എക്സാം സിലബസ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഏതൊക്കെ പരീക്ഷകൾ ഉണ്ടോ അതിൻ്റെയൊക്കെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളും PDF-കളും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ കണ്ടോ നിങ്ങൾ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, യെസ്, ഇവിടെ കണ്ടോ, ഇവിടെ ഇതിലെ ക്ലാസ്സുകളൊക്കെ കുറേയൊക്കെ നമ്മളെ ആഡ് ചെയ്തത് വരാനൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയേ, സ്റ്റഡി നോട്ട്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ സ്റ്റഡി നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന PDF ഫയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF-കളെ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി മോക്ക് ടെസ്റ്റ് നോക്കിയേ, കഴിഞ്ഞ വർഷമൊക്കെ 2023 നമ്മുടെ ഓഗസ്റ്റ് 12 നടന്ന പരീക്ഷയിലൊക്കെ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുമായിരുന്നു. ആ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലൈവ് അല്ല, ഇപ്പോ കഴിഞ്ഞു പോയ പരീക്ഷകളാണ്. ലൈവ് എക്സാംസും നമ്മുടെ വെബ്സൈറ്റിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി രണ്ടാമത്തെ സെഷനിൽ പറയാം എന്ന് പറഞ്ഞ കാര്യം, അതായത് എങ്ങനെയാണ് 2024 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര കാലം കൊണ്ട് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാ പിന്നെ അതിലേക്ക് പോയല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എടുത്ത പോലെ എടുക്കാം, ഇല്ലെങ്കിൽ മുകളിലെ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സിലബസും ബുള്ളറ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ LD ടൈപ്പിസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, റിസൾട്ടും ടൈം ടേബിളും ഒക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ സിലബസ് എടുക്കുന്നു, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എടുക്കുന്നു. ഇതിൽ 2 മെറ്റീരിയൽ ആണുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ, 2 മെറ്റീരിയൽ ആണ് ഇപ്പോൾ അതിലുണ്ടാവുക. ഒന്ന് നമ്മുടെ LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് തുടങ്ങിയ ലോവർ ക്വാളിഫിക്കേഷനുള്ള 10th ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയുടെ സിലബസ് അവിടെ കാണാം. ഇനി ഇത് കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, സിലബസ് ആണ് ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്. ഓക്കെ, അത് ഡിഗ്രി ലെവൽ ടൈപ്പിസ്റ്റിന്റെ സിലബസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവിടെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നോക്കിയേ, നിങ്ങളെ കാണുന്നില്ലേ? ഇവിടെ നോക്കിയേ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അതിനൊക്കെ കോമൺ ആയിട്ട് 2022 PSC കൊണ്ടുവന്ന സിലബസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഇത്രയും കൂടി വലുതാക്കണോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയേ നിങ്ങളെ, ഇതിലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എത്രയാ? 10 മാർക്കിനാണ്.
ഇത് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇങ്ങനെയുള്ള പരീക്ഷകളുടെ കോമൺ സിലബസ് ആണ് കേട്ടോ. ജനറൽ നോളജ് 10 മാർക്കാണ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്കാണ്. ഇനി ടൈപ്പ് റൈറ്റിംഗ്, ഓക്കെ, ടൈപ്പ് റൈറ്റിംഗ് അല്ലേ, ടൈപ്പ് റൈറ്റിംഗ് പണ്ടത്തെ അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പൊ ടൈപ്പ് റൈറ്ററിൽ ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കണം. ടൈപ്പ് റൈറ്ററിന് എത്ര മാർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 10 മാർക്കാണ് എന്ന പോയിന്റ് അതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ടൈപ്പ് റൈറ്റർ 50 മാർക്ക്, GK 10 മാർക്ക്, മലയാളത്തിന് 20 മാർക്ക്, ഇംഗ്ലീഷിനും 20 മാർക്ക് കേട്ടോ. അപ്പൊ ഇവിടെ 20ഉം 20ഉം 10ഉം 50 മാർക്കാണ് GKയും ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ മലയാളവും കൂടെ വരുന്നത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും ടൈപ്പ് റൈറ്ററിന് 50 മാർക്ക്. അങ്ങനെ 50 ട്രേഡും 50 ഇംഗ്ലീഷ് മലയാളം GK എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ ജനറൽ പരീക്ഷ, അതായത് 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ്. ഓക്കെ, യെസ്. ഇനി നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ നോക്കിയേ നിങ്ങളെ, യെസ്, നമ്മുടെ സിലബസ് ഒന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ ജനറൽ നോളജിലെ തെരഞ്ഞെടുത്ത ടോപ്പിക്കുകളേ ഉള്ളൂ. നോക്കിയേ നിങ്ങളെ, ഫാക്ട് അബൌട്ട് ഇന്ത്യ, അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പീരീഡ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 1857 മുതൽ 1947 വരെയുള്ള മൂവ്മെന്റ് ആണ്. 5 ഇയർ പ്ലാന് അങ്ങനെ എന്ത് ചെയ്യുന്നു, എടുത്തു കൊടുക്കുന്നു. ഫാക്ട് അബൌട്ട് കേരളയാണെങ്കിലും വളരെ LDCയുടെ ഒക്കെ സിലബസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് വളരെ ചുരുങ്ങിയ സിലബസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണം. പിന്നെ നോക്കേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ബ്രഹ്മാനന്ദ ശിവയോഗി, അതായത് റിനൈസൻസ് ലീഡേഴ്സ്, പിന്നെ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദ, തൈക്കാടയ്യ, അങ്ങനെ കുറച്ച് റിനൈസൻസ് ലീഡേഴ്സിനെയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും പിന്നെ അപ്പുറത്തുള്ളതും അത് മാത്രം പഠിച്ചു പോകരുത്. റിനൈസൻസ് ലീഡേഴ്സിനെ കുറച്ചൊക്കെ കോമൺ ആയിട്ട് എടുത്ത് പഠിച്ച് പോവാ കേട്ടോ. യെസ്, ഇത് GKയിലെ ടോപ്പിക്കാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് അപ്പൊ ഫാക്ട് അബൌട്ട് ഇന്ത്യയായി, ഫാക്ട് അബൌട്ട് കേരളയായി, റിനൈസൻസ് ലീഡേഴ്സ് ആയി. റിനൈസൻസ് ലീഡേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്, വേൾഡ്, നാഷണൽ, റീജിയണൽ ഇവന്റ്സ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയി. കറണ്ട് അഫയേഴ്സിലെല്ലാം പഠിക്കണം. ഓക്കെ, സയന്റിഫിക് ഫീൽഡ്, സ്പോർട്സ് ഒക്കെ എടുത്ത് പറയുന്നുണ്ട്, സിനിമ, ലിറ്ററേച്ചർ എക്സെട്രയിൽ വരും ബാക്കിയെല്ലാം കേട്ടോ. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടി. 10 മാർക്ക് നമുക്ക് കിട്ടിയോ? കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഫാക്ട് അബൌട്ട് കേരള, ഫാക്ട് അബൌട്ട് ഇന്ത്യ, റിനൈസൻസ്, 5 ഇയർ പ്ലാൻസ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഒരു 10 മാർക്ക് നമുക്ക് കിട്ടും. ഏത് പരീക്ഷയിലെ? ഈ പറയുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള. ഇനി KRF പരീക്ഷയില്ലേ, അതിന്റെ സിലബസ്, പിന്നെ അതുപോലെ തന്നെ സൈനിക് വെൽഫെയറിലുള്ള ഒരു പരീക്ഷയുണ്ട്. അങ്ങനെ 1-2 പരീക്ഷകളുടെ സിലബസ് കേട്ടോ. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലേക്ക് പോകുന്ന സമയത്ത് 2007 ആണ് ഇപ്പൊ നമ്മള് കുറച്ചായിട്ട് പഠിക്കുന്നത് അല്ലേ. യെസ്, അതിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ആദ്യ ഭാഗത്തെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ലേറ്റസ്റ്റ് പെരിഫറൽ ഡിവൈസ്, ഇതൊക്കെ ഹാർഡ്വെയറിന്റെ ഭാഗമാണ്. ഇമെയിൽ, ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ്, ഇത്രയാവുമ്പോഴത്തേക്ക് എന്തായി, ഹാർഡ്വെയറുമായി, സോഫ്റ്റ്വെയറുമായി, ഇന്റർനെറ്റുമായി, നെറ്റ്വർക്കുമായി. കാരണം ഈ പറയുന്ന ബ്രൗസറും സെർച്ച് എഞ്ചിനും വെബ്സൈറ്റും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ലാന്, വാന്, പാന് പോലത്തെ ടോപ്പിക്കുകളെ ഡിസ്കസ് ചെയ്യണം. ഒപ്പം തന്നെ നെറ്റ്വർക്കിന്റെ ബേസിക്സും നമ്മൾ പഠിക്കണം. ആകെ ജനറൽ സിലബസിൽ ഇതിലില്ലാത്തത് സൈബർ നിയമങ്ങളും സൈബർ ക്രൈംസും മാൽവെയറുകളൊന്നും ഈ സിലബസിൽ പറയുന്നില്ല. അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഹാർഡ്വെയർ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം, സോഫ്റ്റ്വെയർ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം, നെറ്റ്വർക്കും ഇന്റർനെറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടും പഠിക്കണം ഈ സിലബസ് പഠിക്കുമ്പോൾ കേട്ടോ. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ 40 മാർക്കിൽ ഏകദേശം ഒരു 8, 10 അല്ലെങ്കിൽ 12 മാർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. കഴിഞ്ഞ പരീക്ഷയിലൊക്കെ 9ഓളം ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേർഡ് ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ ഇതെല്ലാം വേർഡിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ വേർഡ് വിൻഡോ, ടൈറ്റിൽ ബാർ, റിബൺ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ, ഇതൊക്കെ ജസ്റ്റ് എന്താന്ന് മാത്രം പഠിച്ചാൽ പോരാ. അതിലുള്ള ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എടുത്തെടുത്ത് പഠിച്ചു പോകണം അല്ലേ. അങ്ങനെ വേർഡ് പഠിച്ചു, പിന്നെ എക്സൽ പഠിച്ചു, അവിയം വന്നു, തോരൻ വന്നു എന്ന് പറഞ്ഞ പോലെ പവർ പോയിന്റ് വന്നു. ഇതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? അതായത് കമ്പ്യൂട്ടറും പിന്നെ അതുപോലെ തന്നെ വേർഡും പിന്നെ നമ്മൾ പഠിച്ച എക്സലും
പിന്നെ പവർ പോയിന്റും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 40 മാർക്കിന്. ഓക്കെ, അപ്പൊ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് അവിടെ 10 മാർക്കായി, ഇവിടെ 40 മാർക്കായി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അറിയാത്തവരുണ്ട്. ഇത് എക്കാലത്തും, അതായത് ഈ സിലബസ് ഉള്ള അത്രയും കാലം എന്ത് ചെയ്യുക, ഈ വീഡിയോ റെലവെന്റ് ആയിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ പാർട്ടാണ് ഏത്? ടൈപ്പ് റൈറ്റിംഗ്. ആദ്യം ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ഒരു പാർട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സിലബസ് പറഞ്ഞു. ടൈപ്പ് റൈറ്റിംഗിന് പണ്ടത്തെ അത്രയും ടൈപ്പ് റൈറ്റിംഗിന് ഇപ്പൊ എന്തില്ല, വലിയ മാർക്കോ വാല്യൂ ഇല്ല അല്ലേ? വാല്യൂ ഇല്ല, അതായത് ഓഫീസുകളിലൊക്കെ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ PSC പരീക്ഷകളിൽ ടൈപ്പ് റൈറ്ററിന്റെ മാർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് ടൈപ്പ് റൈറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും 10 മാർക്കായി. അപ്പൊ 10, 40, 10 അല്ലേ? പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളത്തിലെ ഒരു 13 ടോപ്പിക്കുകൾ ഉണ്ട്. ഓൾമോസ്റ്റ് LDC പഠിക്കുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടും അല്ലെ? ഇത് കൂടാതെ 1-2 ടോപ്പിക്കുകൾ LDCയിൽ കൂടുതലുള്ളൂ. ബാക്കിയുള്ള ഒരു 13ഓളം ടോപ്പിക് ഉണ്ട്. അത് എന്ത് ചെയ്യണം? ടൈപ്പിസ്റ്റിന്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി ഇത് പഠിച്ചു കഴിഞ്ഞാൽ LDC എഴുതുമ്പോൾ മലയാളത്തിന് ഗുണം ചെയ്യും. ഓക്കെ, യെസ്. ഇനി അത് കഴിഞ്ഞ് കന്നഡയൊന്നും പിന്നെ നമുക്ക് വേണ്ട അല്ലേ? യെസ്, പോട്ടെ. തമിഴും വേണ്ട, വേണോ? വേണ്ടവരുണ്ടെങ്കിൽ പഠിക്കണേ. കന്നഡയും തമിഴൊക്കെ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ നോക്കണം, സിലബസ് നോക്കണം. അത് കഴിഞ്ഞ് അടുത്ത മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് പാർട്ട് 4 ഇംഗ്ലീഷ്. പാർട്ട് 1 ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ്, പാർട്ട് 2 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, പാർട്ട് 3 ടൈപ്പ് റൈറ്റർ, പാർട്ട് 4 മലയാളം, പാർട്ട് 5 ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പലരും ഇപ്പൊ നമ്മുടെ കോഴ്സൊക്കെ തുടങ്ങി വിളിക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ സെന്ററിലുണ്ട്, LDCക്ക് പഠിക്കുന്നതാണല്ലോ എന്ന് പറയും. പക്ഷേ ടൈപ്പ് റൈറ്ററിന്റെ ഇംഗ്ലീഷ് എന്തല്ല, ജനറൽ LDC സിലബസോ LGS സിലബസോ ജനറൽ ഇംഗ്ലീഷിന്റെ സിലബസിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലൊക്കെ എത്തുമ്പോൾ ഒരുപാട് നമുക്ക് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, കോംപ്രിഹെൻഷൻ, പാസേജ്, ഇതൊന്നും നമ്മുടെ LDCയുടെ സിലബസിൽ ഇല്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിലബസ്, ഇംഗ്ലീഷിന്റെ സിലബസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുറച്ച്, അതായത് ടൈപ്പ് റൈറ്റിംഗ് ആണല്ലോ, അപ്പൊ ഇംഗ്ലീഷിന് കുറച്ച് നല്ല പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. ചോദ്യങ്ങളും ആ രീതിയിൽ വരും. പലരും ഇംഗ്ലീഷിനൊക്കെയാണ് ഇപ്പൊ പിന്നോട്ട് നിൽക്കുന്നത് അല്ലെ? അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട്, ഞാൻ അവസാനം പറയാം. അപ്പൊ ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കിയാൽ അങ്ങനെ ഇംഗ്ലീഷിന് 9ഓളം ഏരിയാസ് ഉണ്ട് കേട്ടോ. 9ഓളം ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മളെ LDCയുടെ സിലബസിൽ വരുന്നത് തന്നെയാണ്. ഗ്രാമറും ഈ പറയുന്ന റിപ്പോർട്ടഡ് സ്പീച്ചും സ്പെൽ ചെക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. യെസ്, അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാൽ 20 മാർക്ക് ഇംഗ്ലീഷിനുമായി. ഓക്കെ, അപ്പൊ മലയാളം, ഇംഗ്ലീഷ്, GK കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്, കമ്പ്യൂട്ടറും വേർഡ് പ്രോസസ്സിങ്ങും 50 മാർക്ക്. ഓക്കെ, ഏത് പരീക്ഷകൾക്ക് 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് ഇതാണിപ്പോൾ കൂടുതൽ ആളുകളും കണ്ടിട്ടുള്ള സിലബസ്. ഓക്കെ, എന്നാൽ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റിന് ഈ സിലബസ് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം ഇത് നമ്മുടെ 10th +2 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് +2 വരെയുള്ള സിലബസ് അനുസരിച്ച് PSC ഇപ്പോൾ 1-2 റൗണ്ട് ഓടിച്ച സിലബസ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളൊന്നും എഴുതാത്ത ഡിഗ്രി ലെവൽ സിലബസിലുള്ള അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് ഈ സിലബസുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ അതോറിറ്റി 2018 നടന്നത്. പക്ഷേ ആ സിലബസിൽ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇതൊക്കെ വന്നത്. 2023 വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാലേ നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന 1-2 ഡിഗ്രി ലെവൽ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, ഓക്കെ, 21 വിളിച്ച് 22 നടന്ന ഒരു പരീക്ഷയാണ്. ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ആ വ്യത്യാസവും നമ്മുടെ മൈൻഡിൽ വെച്ച് വേണം നമ്മൾ വാട്ടർ അതോറിറ്റിക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്, അപ്പൊ നിങ്ങളുടെ പരീക്ഷ ഏതാന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് സിലബസ് നോക്കി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആപ്പിൽ തുടങ്ങുന്ന പുതിയ കോഴ്സ് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ സിലബസ് വന്നാൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ച് തന്നെ പോകും. നമ്മുടെ ക്ലാസ്സുകൾ അതിനനുസരിച്ച് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ജനറൽ സിലബസ് നമ്മൾ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്തു. എന്താണ് ഇതിലെ മാറ്റം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. 10 മാർക്ക് ഇതിനൊരു മാറ്റവും ഇല്ല.
കേട്ടോ. 10 മാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, യെസ്. റിനൈസൻസ് ലീഡേഴ്സ് ഒന്നും ഒരു മാറ്റവും ഇല്ല, എല്ലാം കോപ്പി പേസ്റ്റ് ആണ്. എന്നാൽ 40 മാർക്കിന്റെ കമ്പ്യൂട്ടർ, അവിടെ നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതിൽ തന്നെ 40 മാർക്ക് തീർന്നു. പക്ഷേ ഇവിടെ ഡിഗ്രി ലെവൽ ചോദിച്ചു. ഇത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ സിലബസ് വരും. ഇതിന്റെ ഇടയിൽ നടന്ന ഡിഗ്രി പരീക്ഷയുടെ സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്തു, സാധ്യതയുണ്ട് എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സിലബസ് വരണം. അപ്പൊ ഹാർഡ്വെയർ കുറച്ച് പരത്തി നീട്ടി കൊടുത്തേക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹാർഡ്വെയർ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. സ്പെസിഫിക് ആയിട്ട് മാർക്കും കൊടുത്തിട്ടുണ്ട് 6 മാർക്ക്. സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ 4 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അതിന് താഴേക്ക് വേർഡ് 4 മാർക്ക്, എക്സല് ഇതിലൊന്നും പിന്നെ മാറ്റമൊന്നുമില്ല. എക്സല് 4 മാർക്കാണ്, പിന്നെ പവർ പോയിന്റ് 2 മാർക്കാണ് എന്നൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് അഡീഷണൽ കാര്യം കൂടെ വരുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. കാരണം ഇത് DCAയുടെ സിലബസ് കൂടി വേണമല്ലോ, DCA പഠിച്ചവർക്കാണല്ലോ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ DCAയുടെ സിലബസിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, OOPന്റെ കൺസെപ്റ്റുകൾ, C++ന്റെ ബേസിക്സ്, വിഷ്വൽ ബേസിക്കിന്റെ കാര്യങ്ങൾ, VB.NET, ഇതൊന്നും മനുഷ്യന്മാരിപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, എന്നാലും സിലബസിൽ അതുണ്ട്. ഓക്കെ, വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ കൊറി ലാംഗ്വേജസ്, വെബ് ഡിസൈനിങ്, ഇതാ വേൾഡ് വൈഡ് വെബും ഹിസ്റ്ററി, വെബ് ബ്രൗസർ ഫങ്ഷൻസ് നമ്മൾ അവിടെ പറഞ്ഞില്ല. പക്ഷേ വെബ് ഡിസൈനിങ്ങിന്റെ ടോപ്പിക് ആയിട്ട് ഇന്റർനെറ്റും നെറ്റ്വർക്കിംഗും ഒക്കെ വരും കേട്ടോ. അവിടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉള്ളൂ. പക്ഷേ നമ്മുടെ നെറ്റ്വർക്കും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ, പ്രോട്ടോകോൾസും HTML ഒക്കെ വിശദമായിട്ട് പറയും. ജാവാസ്ക്രിപ്റ്റും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കേട്ടോ. യെസ്, അങ്ങനെയാണ് 40 മാർക്കിന്റെ കമ്പ്യൂട്ടർ ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ഈ സിലബസിൽ കണ്ടത്. ഡിഗ്രി ലെവൽ ചോദിച്ച, കഴിഞ്ഞ വർഷം ചോദിച്ച പരീക്ഷയുടെ ഒരു സിലബസിൽ കേട്ടോ. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. യെസ്, നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ 10 മാർക്ക് ടൈപ്പ് റൈറ്റർ, അതിലൊന്നും മാറ്റമൊന്നുമില്ല. ഇംഗ്ലീഷിലൊന്നും മാറ്റമൊന്നുമില്ല, മലയാളത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് ഒരു 3-4 ടോപ്പിക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണലി ഇതിനകത്ത് കൂടുന്നുണ്ട്. ഇത് 13 ടോപ്പിക്കൊക്കെ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിഗ്രി ലെവൽ ആവുമ്പോൾ DCAയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിലേക്ക് കയറി വരുന്നുണ്ട്. SQL-ഉം HTML-ഉം ജാവാസ്ക്രിപ്റ്റും VB-യും ഒക്കെ അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണലി പഠിക്കണം. ബാക്കി പഠിക്കുന്ന സമയത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നെറ്റ്വർക്കിങ്ങും ഇന്റർനെറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡിഗ്രിക്കാർ നോക്കേണ്ടി വരും. അപ്പോൾ രണ്ടും മനസ്സിലുണ്ടായിരിക്കുക. എല്ലാത്തിനും കോമൺ സിലബസ് ആവണമെന്നില്ല, ഡിഗ്രിയുടെ സിലബസ് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ മോക്ക് ടെസ്റ്റും നമ്മുടെ ഫ്രീ ക്ലാസ്സും നമ്മുടെ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാമെന്നുള്ളത്. രണ്ടാമത്തത്, 10ാം ക്ലാസ് +2 ലെവൽ ക്വാളിഫിക്കേഷൻ്റെ സിലബസും ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ മുമ്പ് ചോദിച്ചിട്ടുള്ളത് വാട്ടർ അതോറിറ്റി ആണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ സിലബസ് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണലി പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ അറിവ് വെച്ച് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അല്ലേ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങുന്നുണ്ട്. പച്ചവെള്ളം PSCയിൽ കഴിഞ്ഞ നമ്മുടെ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് 100 കണക്കിന് ഉദ്യോഗാർത്ഥികളെ നമ്മൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ടൈപ്പിസ്റ്റ് തസ്തികയിൽ ഇപ്പോൾ നമ്മളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി റാങ്ക് 3ഉം 8ഉം അടക്കം. ഓക്കെ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ഒക്കെ ഒരുപാട് പേര് ഇന്നും നിങ്ങൾ ഗ്രൂപ്പിൽ കാണുന്നുണ്ടാവും. ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ പലയിടത്തായിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ സിലബസ് അനുസരിച്ച് കൃത്യമായി കുട്ടികളിലേക്ക് കൊടുക്കുന്നു. പിന്നെ നിങ്ങളാണ് മെയിനായിട്ട് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, നിങ്ങളാണ്. അപ്പോൾ അതിന് 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കോഴ്സ് 2024 ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പോൾ ചിലര് കമ്പ്യൂട്ടർ മാത്രം മതി എന്ന് പറയും, ചിലർ ഇംഗ്ലീഷും മലയാളം കൂടെ വേണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴ്സിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെ എല്ലാം കവർ ചെയ്യും. ഓക്കെ, എല്ലാം കേട്ടോ, എല്ലാം. ഇംഗ്ലീഷ്, മലയാളം, GK, കറണ്ട് അഫയേഴ്സ് ഒരു 599 രൂപയുടെ വേറെ കോഴ്സ്.
ഓക്കെ, ഇത് രണ്ടും കൂടി പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 1499 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? 1499 രൂപയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു KRFEDന്റെ 10th ലെവൽ സിലബസ് വേറെയാണ്, ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ സിലബസ് കുറച്ച് വേറെ ആവാനുള്ള സാധ്യതയുണ്ട്. സിലബസ് വന്നാലേ നമുക്ക് ഫൈനൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ KRFED സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വൃത്തിക്ക് കൃത്യമായിട്ട്, ഇപ്പൊ ജനുവരി അല്ലേ, ജനുവരിയിൽ തുടങ്ങി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ജൂണിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ സിലബസ് തീർക്കും. ഏത് KRFED എഴുതുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളെ ജൂണിൻ്റെ മുന്നേ ആയിട്ട് മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് അത് ഇംഗ്ലീഷും മലയാളവും എല്ലാം അടക്കം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ ഈ കോഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മളെ LD വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ്, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബറിലോ, ഓഗസ്റ്റ് ഒക്ടോബറോ അങ്ങനെ എന്തോ ആണ് അല്ലേ. ഏതായാലും ജൂൺ കഴിഞ്ഞ് ഒരു 4 മാസം കൂടെ നമുക്ക് സമയം ഉണ്ടാവും, 3 മാസം മിനിമം ഉണ്ടാവും. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് കലണ്ടർ വരും, സിലബസ് വരും, കൺഫേം ചെയ്യും. ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ഡിഗ്രിക്കാർക്ക് വേണ്ടി അഡീഷണൽ ക്ലാസ് ഉണ്ടാവും. ഏത് കമ്പ്യൂട്ടർ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നമ്മളെ മെയ് ആകുമ്പോഴത്തേക്ക് കവർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴ്സ് പ്ലാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് സക്സസ് ആക്കാൻ കംപ്ലീറ്റ്, ഇവിടെ ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഇംഗ്ലീഷിന്റെ ടീച്ചറുണ്ട്, ഇംഗ്ലീഷിന് ഒരു സാറുണ്ട്, മലയാളത്തിന് ഒരു ടീച്ചറുണ്ട്, GK നമ്മൾ ടീച്ചേഴ്സിനെ വിളിക്കും. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ബാച്ച് കൈകാര്യം ചെയ്യുന്നത്. ഓൺലൈൻ ബാച്ചാണ്, അതിൻ്റെ എല്ലാ ലൈവ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ്സും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രം കമ്പ്യൂട്ടർ ടോപ്പിക്സ് മാത്രമാണെങ്കിൽ 999 രൂപ, ഇംഗ്ലീഷും GK മലയാളം ഒക്കെ കൂടെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ യെസ് അതെ പിന്നെ 599 രൂപയാണ്. പിന്നെ ഡിഗ്രിയുടെ ചില എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി കൂടി ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിൽ അതും പഠിപ്പിക്കും ഇതേ കോഴ്സ് ഫീൽ കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ അതും സിലബസ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ ഈ കോഴ്സിലേക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 7510-11-6655 എന്ന് പറയുന്ന നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. 7510-11-6655. പിന്നെന്താ അപ്പം ഞാൻ പറയാൻ വന്നേ, അതായത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. യെസ്, നമ്മുടെ ആപ്പിൽ ഇത് സൗണ്ട് എങ്ങനെയാവോ? യെസ്, നമ്മുടെ ആപ്പിൽ നോക്കിയാൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. ആപ്പിൽ താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ടൈപ്പിസ്റ്റിന്റെ ബാച്ച് എടുക്കുക കേട്ടോ. ടൈപ്പിസ്റ്റിന്റെ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് 999 കാണിക്കും. ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ എടുക്കാം കേട്ടോ. നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ UPI മൊബൈൽ നമ്പറോ UPI ID-യോ അവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, സുഹൃത്തുക്കളുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നോളും. ഓക്കെ, യെസ്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, യെസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7510-11-6655 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 6 മാസം ഒരു കോഴ്സ് ആയതുകൊണ്ട്, 6 മാസം 7 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജനുവരി തന്നെ സിലബസ് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തിട്ട് നിർത്തി പോകുന്നില്ല. കുറച്ചായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ട്രേഡിന്റെ ടോപ്പിക്കുകളെ തിങ്കൾ, ബുധൻ, വെള്ളി, ഇപ്പോൾ ജനുവരിയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ അത് കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ ആഴ്ചയിൽ ഒരു 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ്, മലയാളമൊക്കെ അങ്ങനെ തന്നെ GK ഇടയിൽ വന്നിട്ട്, പിന്നെ ട്രേഡിന്റെ ടോപ്പിക്കുകളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ നമ്മളെ വൃത്തിക്ക് നിങ്ങൾക്ക് പറ്റുന്ന പോലെ, പിന്നെ ഒരു സ്റ്റുഡൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എടുക്കും. ഡിഗ്രി ലെവലിന്റെ സിലബസ് വരുമ്പോൾ അഡീഷണലി എന്താണുള്ള കാര്യം അത് നമ്മൾ അഡീഷണലി കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെന്താ പറയുക, ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയമാണ് അല്ലേ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒക്കെ വന്നിട്ട് വേണം. LD ടൈപ്പിസ്റ്റ് ഒന്നും അങ്ങനെ ഒരുപാട് പേർക്കുള്ളതൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചൊന്ന് സെറ്റായിരിക്കുകയാണെങ്കിൽ പിന്നെ ഏത് പരീക്ഷ വന്നാലും നമുക്ക് മലർത്തി അടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടന്റ് നമ്മൾ സെറ്റാക്കുക. നല്ല സമയമാണ്. യെസ്, ഇപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ നമ്മളൊന്നും പഠിക്കാതെ റിലാക്സ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ 7 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുക, മെല്ലെ
മെല്ലെ പഠിച്ച് സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും 24 കഴിയുമ്പോഴത്തേക്കും വലിയൊരു നോട്ടിഫിക്കേഷനും വരുന്ന സമയത്ത് 24-25 അങ്ങ് മെനക്കെട്ട് അല്ലെങ്കിൽ 25 തുടക്കത്തിലാവുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനമാവണം എന്ന് വിചാരിച്ച് തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ വിളിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രീ PDF മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മെസ്സേജുകൾ, ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന സന്തോഷമുള്ള മെസ്സേജുകൾ 24 അവസാനമാവുമ്പോഴേക്കും അല്ലെങ്കിൽ 25 ആദ്യമാവുമ്പോഴേക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ കൃത്യമായി എത്തിക്കാനുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. പറ്റുന്ന പോലെയൊക്കെ യൂട്യൂബ് ക്ലാസ്സുകളും ഉണ്ടാവും. ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye bye.